അനിൽ ആന്റണിക്കെതിരായ ദലാൽ നന്ദകുമാറിന്റെ പരാതിയിൽ ഇടപെട്ടു എന്ന് പി ജെ കുര്യൻ. പ്രൊഫസർ പി ജെ കുര്യൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനാണ് പ്രൊഫസർ പി ജെ കുര്യൻ. പ്രൊഫസർ പി ജെ കുര്യൻ, നമസ്കാരം. അനിൽ ആന്റണി പണം വാങ്ങിയിട്ടുണ്ട് എന്നും അത് തിരിച്ച് തരാൻ ഇടപെടണം എന്നുമായിരുന്നല്ലോ അങ്ങയോട് ആവശ്യപ്പെട്ടതായി പറയുന്നത്. അങ്ങനെ ഒരു കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ട്? അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ആകെ അറിയാവുന്ന അത്രയേ ഉള്ളൂ. ശ്രീ നന്ദകുമാർ എന്നോട് വന്ന് അനിൽ ആന്റണി പണം കൊടുക്കാനുണ്ട് അദ്ദേഹത്തിനെന്ന് പറഞ്ഞു. അത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് മാത്രമേ, അങ്ങനെ ശ്രീ നന്ദകുമാറിന് പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് താമസിയാതെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യം എനിക്കറിയുള്ളൂ. ബാക്കി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. പ്രൊഫസർ പി ജെ കുര്യൻ, അങ്ങേക്ക് അനിൽ ആന്റണിയോടാണോ താങ്കൾ പണം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞത്? എ കെ ആന്റണിയോടാണോ എന്നുള്ള കാര്യത്തിൽ ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ എ കെ ആന്റണിയെ പോലെ അഴിമതി രഹിതനായിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായി അതിനെക്കുറിച്ചൊരു തുടർ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? മകൻ എന്തിനു പണം വാങ്ങി? അങ്ങനെ ഒരു ആവശ്യം അനിൽ ആന്റണിക്ക് എങ്ങനെ ഉണ്ടായി? അല്ല, ഇല്ല, അത് എ കെ ആന്റണി തികച്ചും അഴിമതി വിരുദ്ധനും ഒരു തരത്തിലും അഴിമതിയോട് ബന്ധപ്പെടുന്ന ആളുമല്ല. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്കിപ്പോൾ അനിൽ ആന്റണി പണം കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് സംശയിക്കേണ്ട കാര്യമോ അത് ചോദിക്കേണ്ട കാര്യമോ എന്താണെന്ന് എൻ്റെ ആവശ്യമില്ല. അത് നന്ദകുമാർ വന്ന് എന്നോട് നിങ്ങൾക്ക് അടുപ്പമുള്ള ആളാണല്ലോ, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒരു ചെറിയ കാര്യം എന്ന നിലയിൽ അത്രയും പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ബാക്കി കാര്യങ്ങൾ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പ്രൊഫസർ പി ജെ കുര്യൻ, ഒരു അങ്ങേക്ക് അറിയാവുന്നതുപോലെ, ദീർഘകാലമായി അറിയാവുന്നതുപോലെ എ കെ ആന്റണി അഴിമതി രഹിതനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മകൻ അനിൽ ആന്റണി ആ കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപ കടമായിട്ടാണോ വാങ്ങിയത്, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഡീലിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായി താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ എ കെ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അത് വാസ്തവത്തിൽ 25 ലക്ഷം ആണെന്നുള്ളത് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എനിക്ക് എന്നോടൊന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴേ ചാനലിൽ കണ്ടപ്പോഴാണ് 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാര്യം അത്തരം കാര്യങ്ങളും ഞാൻ ഇടപെടാറില്ല. പല ആളുകളും വന്ന് എന്നോട് ഓരോ ശുപാർശ ചെയ്യുന്ന സമയത്ത് ന്യായമാണ് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ, ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ആളുകളെ സഹായിക്കാൻ ഞാൻ ഇടപെടും. അങ്ങനെ ഒരു സഹായം എന്ന നിലയിൽ ഇടപെട്ടെന്നേ ഉള്ളൂ. അതിനപ്പുറത്ത് ഞാനതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. പ്രത്യേകിച്ച് എ കെ ആന്റണിയോട് ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ അഴിമതിയുടെ ലെവലേശം പോലും ഞാൻ സംശയിക്കുകയുമില്ല. നോക്കൂ, എ കെ ആന്റണി മാത്രമല്ലല്ലോ സാർ, അങ്ങേ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഒരുപക്ഷെ എ കെ ആന്റണിയോടൊപ്പം നിൽക്കാനുള്ള കാരണവും ഒരു അഴിമതി രഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതുകൊണ്ടും സുതാര്യമായ ഒരു രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് വെക്കുന്നതും കൊണ്ടുകൂടിയാണ്. അവിടെയാണ് എൻ്റെ സംശയമുള്ളത്. അതായത് അനിൽ ആന്റണിയോടാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അനിൽ ആന്റണിയോട് അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് കരുതുകയാണ്. ഇനി എ കെ ആന്റണിയോടാണെങ്കിൽ എ കെ ആന്റണി സ്വാഭാവികമായി അത് പ്രോബ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനാണ്, ഞാൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും അത് സാധാരണ മറ്റൊരാളെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടു കൂടി അന്വേഷിക്കുകയും അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ആ നിലയിലുള്ള ഇടപെടൽ സ്വാഭാവികമായും അങ്ങയുടെ ആ ഘട്ടത്തിലുള്ള ഇൻ്റർവെൻഷനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, അതിനുള്ള ഒരു അവസരം ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ശ്രീ അനിൽ ആന്റണിയോട് പറഞ്ഞു. അതിനകത്ത് മറ്റൊരു കാര്യം പിന്നീടുണ്ടല്ല. രണ്ടാമത് എൻ്റെ ഒരിക്കൽ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശ്രീ നന്ദകുമാറും വന്നിട്ടില്ല. അങ്ങനെ വന്നിരുന്ന ഒരു പക്ഷെങ്കിൽ ഞാൻ ഇടപെടുമായിരുന്നു. അതിനുള്ളൊരു അവസരം ഉണ്ടായില്ല. അതാണ് അതിനകത്തെ കാര്യം. പിൽക്കാലത്ത് പി ടി തോമസിനോട് വിഷയം പറയുകയും 5 ഗഡുക്കളായി പി ടി തോമസ് പണം തിരികെ വാങ്ങി തന്നു എന്നുമാണ് നന്ദകുമാർ പറഞ്ഞത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ആ കാര്യം അറിയത്തില്ല. ഈ പണം നൽകിയിരുന്നത് അശോക ഹോട്ടലിൽ വെച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. 25 ലക്ഷം രൂപ CBI കൗൺസിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണം വാങ്ങിയത് എന്നും പറയുന്നു. അതിപ്പോൾ അത് നന്ദകുമാർ പറയുന്നു. അതിന് എനിക്കറിയാത്ത കാര്യം, എനിക്കൊരു തെളിവില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല.
ഇപ്പോൾ ഉദാഹരണത്തിന് നന്ദകുമാർ പറയുന്നത് ഇയാൾ അന്ന് റാഡിസൺ ഹോട്ടലിലൊക്കെ തന്നെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദല്ലാളായിരുന്നു. അങ്ങനെ AK ആന്റണിയുടെ അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. അനിൽ ആന്റണി AK ആന്റണിയുടെ ഔദ്യോഗിക വസതിയിലെത്തുന്ന പ്രതിരോധ വകുപ്പിലെ ഫയലുകൾ, പ്രത്യേകിച്ച് ആയുധ ഡീലുകൾ സംബന്ധിച്ച പ്രപ്പോസലുകൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് വിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ AK ആന്റണിയെ വിൽക്കുകയായിരുന്നു അനിൽ ആന്റണി എന്ന ആക്ഷേപമാണ് അതിലൂടെ വരുന്നത്. അല്ല, അതിപ്പോൾ അങ്ങനെ ആരോപണം പറയുന്നവർ അതിൻ്റെ തെളിവ് കൊടുക്കട്ടെ. അല്ലാതെ എന്താ, അങ്ങനെ ആരോപണം പറയുന്നവർ അത് ശരിയാണ്. ആ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ അത് സീരിയസ് ആയ ആരോപണമോ, ഞാൻ സമ്മതിക്കുന്നു. അതിന് ആരോപണം പറയുന്നവർ തെളിവ് കൊടുക്കട്ടെ. അത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു മനുഷ്യർ പോലും അങ്ങനെ ഒരു സംഭവം ശ്രീ AK ഭവനത്തിലോ നടക്കുന്നതായി എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശ്രീ ആന്റണിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ശ്രീ AK അടുപ്പം കൊണ്ട് ഞാൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമായിരുന്നു. എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾ എന്ന് പറയുന്നത് പ്രൊഫസർ PJ കുര്യൻ മാത്രമാണ്. PT തോമസ് മരിച്ചുപോയി. അപ്പോൾ താങ്കൾ സമ്മതിക്കുകയാണ് എന്നോട് പണം വാങ്ങിത്തരണം എന്ന് നന്ദകുമാർ ആവശ്യപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ അതിനകത്ത് നന്ദകുമാർ അവതരിപ്പിച്ച ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലല്ലേ ഈ സാധൂകരണം എത്തിക്കുക? അല്ല, അതിപ്പം അത് ശ്രീ നന്ദകുമാറും ശ്രീ അനിൽ ആന്റണിയും അത് തെളിയിക്കട്ടെ. അനിൽ ആന്റണി അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അനിൽ ആന്റണി അത് തെറ്റാണെന്ന് ഉള്ള അതിൻ്റെ പോയിന്റ്സ് പറയട്ടെ. ശരിയാണെങ്കിൽ അതിനുള്ള തെളിവ് നന്ദകുമാർ പറയട്ടെ. അല്ലാതെ എനിക്കതിനകത്ത് ഇടപെട്ട് തെളിവ് തരാനോ എനിക്ക് സാധ്യമല്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ എനിക്കതിൽ കൂടുതൽ ഇടപെടാൻ പറ്റത്തില്ല. അതാ കാര്യം. നന്ദി പ്രൊഫസർ PJ കുര്യൻ. ഇപ്പോൾ